ഡാര പ്രയർ ചെയ്യുന്ന ചെയ്തോളൂട്ടാ. ഞാൻ സൈൻ ഇൻ ചെയ്യാം. ടീച്ചറാണെന്നില്ല ടീച്ചർ തന്നെ തുടങ്ങിക്കോളാൻ. പ്രയർ ഞാൻ ചെയ്യട്ടെ എന്നാല്. ചെല്ലിക്കോ. ഓക്കെ. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിന്നേകാധിപനേ. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിന്നേകാധിപനേ. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർപ്പതും തിരുമുമ്പിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോതൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. താങ്ക് യു. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon മാം. Good afternoon. ഓക്കെ, സോ പ്രെയർ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നിങ്ങൾക്ക്? യെസ് പ്ലീസ്. സൈൻ ചെയ്യട്ടെ. ഓക്കെ. ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. പഞ്ചാബിലെ ഒരു ചെറു ഗ്രാമത്തിൽ ജനിച്ച ഒരു ബാലൻ. പേര് മിൽഖ സിംഗ്. അവന് സ്വപ്നങ്ങളുമില്ല, ചെരുപ്പുമില്ല. ഭക്ഷണം പോലും കിട്ടാതെ കുഴഞ്ഞ ദിവസങ്ങളും. പക്ഷേ അവന്റെ ഉള്ളിലൊരു തീയുണ്ടായിരുന്നു. ഞാൻ ഓടും, ഞാൻ ജയിക്കും. സ്കൂളിലെ റേസിൽ ആദ്യം തോറ്റു. അവനെ പരിഹസിച്ചു. നിന്നാൽ ഒന്നും ആകില്ല. അന്ന് മിൽഖ മനസ്സിൽ പറഞ്ഞു, എനിക്കു കഴിയാത്തത് ഞാൻ പഠിക്കും. അവൻ ഓരോ ദിവസം പുലർച്ചെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. മഴ, മഞ്ഞ്, സൂര്യൻ ഒന്നും തടസ്സമല്ല. ഒരുപാട് മൈലുകൾ. ചോര പൊഴിഞ്ഞാലും അവൻ നിർത്തിയില്ല. സൈന്യത്തിൽ ചേർന്നത് അവന്റെ ജീവിതം മാറ്റി. ഒരു റേസിൽ ജയിച്ചതിന് അവന് ലഭിച്ചത് ഒരു ഗ്ലാസ് പാല്, 2 ചപ്പാത്തി, കുറച്ചു മുട്ട. അതായിരുന്നു അവന്റെ ആദ്യ സമ്മാനം. ആ സമ്മാനം നേടിയപ്പോൾ മിൽഖയ്ക്ക് പ്രകാശമായ ഒരു തീരുമാനം. എനിക്ക് ഇന്ത്യയെ ലോകത്ത് കൊണ്ടുപോകണം. 1958 കോമൺവെൽത്ത് ഗെയിംസിൽ ആളുകൾ ശ്വാസം പിടിച്ചു നോക്കുമ്പോൾ ഒരു ഇന്ത്യൻ യുവാവ് മുന്നിലൂടെ തെളിഞ്ഞപ്പോൾ അതായിരുന്നു മിൽഖ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം. ലോകം അവനെ വിളിച്ചു ഫ്ലൈയിങ് സിഖ്, പറക്കുന്ന സിഖ്. പാകിസ്ഥാൻ പ്രസിഡന്റ് തന്നെ ആ പേര് നൽകി. 1960 റോമിലെ ഒളിമ്പിക്സിൽ ഒരു ചെറിയ തെറ്റായ തീരുമാനമുണ്ടായി. അവൻ ഒരു നിമിഷം പിന്നോട്ട് നോക്കി. അത് അവന്റെ വേഗം നഷ്ടപ്പെടുത്തി. അവൻ 4ാം സ്ഥാനത്ത്. എങ്കിലും ലോക റെക്കോർഡ് തകർത്ത സമയം. ഇന്ത്യയുടെ അഭിമാനം. ആ തോൽവി പോലും അവനെ ഒരു ജീവൻ പാഠം പഠിപ്പിച്ചു. ഒരിക്കൽ വഴുതി വീണാലും വീണ്ടും എഴുന്നേൽക്കുക. മിൽഖ സിംഗ് നമ്മളെ പഠിപ്പിച്ചത് ദാരിദ്ര്യം തടസ്സമല്ല, അവസരമില്ലെങ്കിലും മനസ്സാണ് വഴി. ഒരിക്കലും നിർത്തരുത്. കഠിനാധ്വാനമാണ് ഏറ്റവും വലിയ അത്ഭുതം. അവൻ പഴയ ഷൂസിലോടി, പൊടി നിറഞ്ഞ മൈതാനങ്ങളിൽ പരിശീലിച്ചു. പക്ഷെ അവൻ നേടി ലോകത്തിന്റെ ബഹുമാനം, ഇന്ത്യയുടെ അഭിമാനം, ഒരു ഇതിഹാസ സ്ഥാനം.
Good afternoon, ma'am. Signing Rasmina. One thought of the day. Yes, please. Don't compare your life to others. There is no comparison between the sun and the moon. They shine when it is their time. APJ Abdul Kalam. വെരി ഗുഡ്. ഓക്കെ, സോ എനിവേ ഞാൻ ആ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ, കാരണം നിങ്ങളുടെ ടേം എക്സാമിനേഷൻ അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ചെറിയൊരു ബാലൻസ് കുറച്ച് പോർഷൻ മാത്രമല്ലേ കംപ്ലീറ്റ് ആവാനുള്ളൂ? ഓക്കെ, താങ്ക് യു. 7. പേജ് നമ്പർ ഒന്ന് പറയൂ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. 61. 3. 3 ആണോ 1 ആണോ? ഓക്കെ, സോ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ അപ്ലിക്കേഷൻ. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സയൻസ്, ഫാക്ട് ആണ്, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. അത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞപ്പോൾ അത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയി. അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ബിഹേവിയർ സ്റ്റുഡൻസിന്റെ ആണ്, അല്ലെ? അവര് ഇൻഡിവിജ്വലി ഉള്ള അവരുടെ ബിഹേവിയർ, അവരൊരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ അവരെങ്ങനെയാണോ ആ ഒരു ബിഹേവിയർ. ചില ഗ്രൂപ്പിൽ അവർ കുറച്ചുകൂടെ മേർജ് ആവുമായിരിക്കും, ചില ഗ്രൂപ്പിൽ അവര് മേർജ് ആവുന്നതിന്റെ ഇത് മാറുമായിരിക്കും. ഇതെല്ലാം ഒരു ടീച്ചർ ഒബ്സർവ് ചെയ്തിട്ട് വേണം ആ ഒരു കുട്ടിക്ക് എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എപ്പോൾ പഠിപ്പിക്കണം, വാട്ട്, വെൻ, ഹൗ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെ? ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന പേജ് ആണോ ഇനി പറയേണ്ടത്? സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇതിനു മുമ്പായിരുന്നു അത്. കീ ഫാക്ടേഴ്സ് കഴിഞ്ഞിട്ടാണോ? അതെ. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. Scope of educational psychology and limitations of educational psychology. അത്രയും ഒന്ന് വായിക്കാമോ ആരെങ്കിലും? പേടിയും സ്കോപ്പ് മെയിൻ ഹെഡിങ് ആയിട്ടാണ്. 5 പോയിന്റ്സും കൂടി ഉണ്ട്. ആ സ്കോപ്പിന്റെ തൊട്ട് മുകളിലുള്ളത് 5 പോയിന്റ്സ് പറയാനുണ്ട്. അതിന്റെ തൊട്ട് മുകളിലാണ് അവസാനിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ 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 ഓക്കെ. ജനറൽ സൈക്കോളജി ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ഡീൽ ചെയ്യുമ്പോൾ ഒരു ജനറൽ വേയിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലേണർ, അവിടെ പഠിക്കാൻ വരുന്ന എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ പഠിക്കാൻ വരുന്ന ലേണർ, സ്റ്റുഡന്റ്, പ്യൂപ്പിൾ ഒക്കെ നമ്മൾ പറയും, അവരുടെ ബിഹേവിയർ, അതിനെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് ആ കുട്ടിയുടെ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ആണെങ്കിലും ഗ്രൂപ്പിലാണെങ്കിലും ആ കുട്ടിയുടെ ബിഹേവിയർ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഏത് ടീച്ചിങ് മെത്തേഡ് ആ കുട്ടിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ഒരു 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യോ? ഞാൻ അപ്പോഴേക്കും എന്റെ കയ്യിലുള്ള PDF ഒന്ന് എടുക്കുക പ്ലീസ്. ഞാൻ വായിക്കട്ടെ മാം. യെസ് പ്ലീസ്. Its nature is specific as it adopts the method of systematic inquiry and scientific approach as used by science. Educational psychology is functional in its character and is not therefore concerned with the content of the subject. It is an applied positive science as it studies facts of behavior and describes the laws guiding them. Fourth point, it is not a normative science as it is not concerned with the values of education.
Fifth point, educational psychology is a growing science. Thank you, ma'am. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിരുന്നു അല്ലെ, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലുള്ള സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ അപ്ലൈഡ് സയൻസ്. പിന്നെ എവറി ഇയർ, ഓരോ അക്കാദമിക് ഇയറിൽ നമ്മൾ സിലബസിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമിലർലി എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലും അപ്ഗ്രഡേഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗ്രോയിങ് സയൻസ്. അതിങ്ങനെ വളരുവാണ്, ഡിപ്പെൻസ്, അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് അത് വളരുകയാണ്. പിന്നെ ഇത് നമ്മൾ ശരിക്കും കുട്ടികളുടെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനാണ്. അങ്ങനെ അവരിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്, ലേണിംഗ് മെത്തേഡ് നമ്മൾ എടുക്കും അല്ലെ. സോ ദാറ്റ് മീൻസ് അത് വളരെ പോസിറ്റീവ് ആയിട്ട് പോകുന്ന ഒരു സയൻസ് ആണ്. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്. നമ്മളുടെ ബിഹേവിയറും അതുപോലെ മനസ്സിലാക്കി അവരെ ഗൈഡ് ചെയ്യുന്നു. എല്ലാം ഒരു പോസിറ്റീവ് സൈഡിലേക്കാണ് പോകുന്നത്. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്. ഒരു സയന്റിഫിക് മെത്തേഡ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ് ആണ് ഇവിടുത്തെ, നമ്മള് ആരിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ജീവനുള്ള മനുഷ്യർ അല്ലെ. അതിൽ നമുക്ക് വലിയ ഇത് എന്താ പറയാ, എല്ലാരിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തിയറി എന്താണോ അത് തന്നെ എല്ലാ കുട്ടികളിലും പറ്റില്ല. കുട്ടികളുടെ രീതികൾക്ക് അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. നോർമേറ്റീവ് സയൻസ് തന്നെ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ തിയറി, തിയറിയിലും പ്രിൻസിപ്പിളിലും മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ഇവിടെ അത് അല്ല. കാരണം നമുക്ക് ഒരു കുട്ടിയിൽ അപ്ലൈ ചെയ്ത് തന്നെ മറ്റേ കുട്ടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് അവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. കംപ്ലീറ്റ് നമ്മൾ തിയറിയിലേക്ക് പോയി ചെയ്യരുത്. എക്സ്പീരിയൻസസും എക്സസൈസസും യൂസ് ചെയ്ത് പ്രാക്ടിക്കൽ വേയിലാണ് നമ്മളിവിടെ എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു നോർമേറ്റീവ് സയൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ നോർമേറ്റീവ് സയൻസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലേ. നമ്മൾ പറഞ്ഞു സയന്റിഫിക് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് ചെയ്തു പോകുന്നത്. പിന്നെ ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് പോകുന്നതാണ്, ഫങ്ഷണൽ ഇൻ ഇറ്റ്സ് ക്യാരക്ടർ. പലപ്പോഴും ആ ഒരു കുട്ടിയെ ഫോക്കസ് ചെയ്താണ് ഇത് വരുന്നത്. പിന്നെ ഇതൊരു അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്. അതാണ് ഒരുമിച്ച് അപ്ലൈഡ് പോസിറ്റീവ് സയൻസ്. കുട്ടികളെ ഗൈഡ് ചെയ്യാനായിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു നോർമേറ്റീവ് സയൻസ് അല്ല, തിയറിയെ മാത്രം പ്രിൻസിപ്പിൾസിനെ മാത്രം ബേസ് ചെയ്ത് പോകുന്ന ഒരു സയൻസ് അല്ല. പിന്നെ ഇതൊരു ഗ്രോയിങ് സയൻസ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പക്ഷെ ആദ്യത്തെ ബാച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഒന്ന് മിസ്റ്റേക്ക് പറ്റിപ്പോയി. എഡ്യൂക്കേഷൻ സൈക്കോളജി ഇസ് എ ഡാഷ് സയൻസ് എന്ന് കൊടുത്തു. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ട് നോർമേറ്റീവ് സയൻസോ എന്നതുണ്ടായിരുന്നു, ഓൾ ഓഫ് ദീസ് എന്നാണ് കൊടുത്തത്. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റണമായിരുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് നോട്ട് എ ഡാഷ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് സയൻസ്, അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ്, നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് നോട്ട് എ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ആണ്, അല്ലാത്തത് നോർമേറ്റീവ് സയൻസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അത് ഒരു മെയിൻ ഹെഡിങ് ആണ്. അതിന്റെ താഴെയാണ് ലിമിറ്റേഷൻസും അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ 5 കീ ഫാക്ടേഴ്സിന് ഒന്നുകൂടി എടുത്ത് നമ്പർ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലിമിറ്റേഷൻസ്, എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്, സ്കോപ്പും പിന്നെ ലിമിറ്റേഷൻസ്. ഇതൊന്ന് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ലിമിറ്റേഷൻസും കൂടെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? സ്കോപ്പ് ഒരു മെയിൻ ഹെഡിങ് ആട്ടോ, അതിന്റെ താഴെ ഇങ്ങനെ സബ് ഹെഡിങ്സ് ആയിട്ട് ഓരോന്നോരോന്ന് നമ്മൾ പറഞ്ഞു പോകുന്നതാ. ഞാൻ വായിക്കാം. Scope of educational psychology. As we saw above, the subject matter of educational psychology revolves around the 5 key factors of the educational process: the learner, the teacher, the learning process, the learning experiences, the learning environment. Limitations of educational psychology. Education psychology. The energetic and powerful nature of human behavior sets a number of limitations to the application of psychology to solve educational problems. These limitations are limitation due to nature of educational psychology, limitations
due to nature of human behavior. Limitations due to individual differences. Limitations due to limited scope of experiments on human beings. Limitations due to the gap between theory and practice. ഓക്കെ സോ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മുടെ 5 കീ ഫാക്ടേഴ്സ് അറിയാം. ആ ഒരു 5 കീ ഫാക്ടേഴ്സിന് ഫോക്കസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ പല ഏരിയ വരുന്നത് സ്കോപ്പിന്റെ. ഇതിൽ വരുന്ന ലിമിറ്റേഷൻസ് നമുക്കറിയാം. എന്തൊരു മെത്തേഡ് ആണെങ്കിലും അതിന് സർട്ടൺ ലിമിറ്റേഷൻസ് ഉണ്ടാകും. ഇവിടെ മെയിൻ ആയിട്ട് ലിമിറ്റേഷൻസ് പറയുന്നത് നമുക്കിവിടെ ഒരു മെഷീനോ അതിന്റെ സ്പെയർ കേടാവുന്നു പകരം സ്പെയർ വെക്കുന്നു ആ പരിപാടി അല്ലല്ലേ. ഇവിടെ ജീവനുള്ള ആളുകളാണ്. അവിടെ നമുക്ക് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. മനുഷ്യരാണ്, ജീവനുള്ളവരാണ്, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലിമിറ്റേഷൻസ് ഡ്യൂ ടു ദെയർ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇന്നത്തെ ഒരു രീതി ആയിരിക്കില്ല നാളെ. മൂഡ് സ്വിങ്സ്, മൂഡ് ഡിസോർഡർ ഇതൊക്കെ വരാം. ഇമോഷൻസ് ചേഞ്ചസ് വരാം. വീട്ടിൽ നിന്ന് നല്ല ഹാപ്പി ആയിട്ട് വരുവാണ്, സ്കൂളിൽ നല്ല രീതിയിൽ ഇരിക്കുന്നു. വീട്ടിൽ നിന്ന് വഴക്കിട്ട് ദേഷ്യപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഇറങ്ങി സ്കൂളിലേക്ക് വരികയാണെങ്കിൽ അന്നത്തെ ദിവസം കുട്ടി ആ ഒരു റിഫ്ലക്ഷൻ കുട്ടിയുടെ രീതികളിൽ ഉണ്ടാകും. അതൊക്കെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു നേച്ചർ, അതിന്റെ രീതി അനുസരിച്ചുള്ള ലിമിറ്റേഷൻസ്. പിന്നെ ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചർ അനുസരിച്ചുള്ള ലിമിറ്റേഷൻസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ രീതികൾ അനുസരിച്ചുള്ള ഡിഫറൻസസ്. ഒരു ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടികൾ ക്ലാസ്സിലാണെങ്കിൽ മാത്രമാണ് ആ ഒരു ടീച്ചർക്ക് ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലെങ്കിൽ ബിഹേവിയർ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊരു പ്രോബ്ലം തന്നെയാണ്. പലപ്പോഴും സ്കൂളുകളിൽ ക്ലാസ് റൂമിൽ 30, 40, 50 കുട്ടികളൊക്കെ വരുമ്പോൾ ടീച്ചർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർ ഓരോരുത്തരെയും മനസ്സിലാക്കി അവർക്ക് ഓരോ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതിനുള്ള ടൈം ഉണ്ടാവില്ല. ടീച്ചർമാരുടെ എപ്പോഴും ഒരു കൺസേൺ എപ്പോഴും കേൾക്കുന്നത് സിലബസ് തീർക്കണം, പോർഷൻ തീർന്നിട്ടില്ല എന്നുള്ളതാണ്. 40 മിനിറ്റ് ആയിരിക്കും ഒരു പീരീഡ് കിട്ടുന്നത്. ആ 40 മിനിറ്റിൽ ഈ 40 കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് ടീച്ചർ പോകുമ്പോഴേക്കും ടീച്ചർക്ക് അതിനുള്ള ഒരു ഇത് കിട്ടും. കുട്ടികൾക്കും കാര്യമായ ഒന്നും കിട്ടില്ല, ടീച്ചർക്കും കാര്യമായ രീതിയിലുള്ള ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് പറ്റാതെ വരും. ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ പല സ്കൂളുകളിലും അതിനൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കൗൺസിലേഴ്സ് ഉണ്ട്. പിന്നെ ചിലര് ഔട്ട്സോഴ്സ് ചെയ്യും, ആളുകളെ കൊണ്ടുവന്ന്. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ മാനേജ്മെന്റ്. ഗവൺമെന്റ് സ്കൂളുകളിൽ നമുക്ക് അങ്ങനെ പലപ്പോഴും അവരുടെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് നടക്കുന്നത്. പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കണമെങ്കിൽ അവർക്ക് അതിന് സർട്ടൻ ടൂൾസ് ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ PTA സ്ട്രോങ് ആയിരിക്കണം, PTA ഇടപെടണം. ഇങ്ങനെ ക്ലാസ്സസ് സംഘടിപ്പിക്കണം, PTA ആയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനിപ്പം ഇന്റർവെൻഷൻ നടത്തുന്ന സ്കൂളില് അവര് സാറ്റർഡേസിലാണ് സെഷന്റെ ടൈം കിട്ടിയിരിക്കുന്നത്. അപ്പൊ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല അവധികൾ വന്ന് ക്ലാസ് കുറെ പോയപ്പോ ടീച്ചേഴ്സ് എല്ലാം സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ് വെക്കുക. ഒന്നാമത് 10th നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ലല്ലോ. ഞാനിപ്പോ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു ഫുൾ ഡേ സെഷൻ തരണം, ഹോൾ സ്കൂളിലെ 10th കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുൾ ഡേ സെഷൻ തരണം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എക്സാമിന് മുമ്പ്. അപ്പൊ അവര് ക്രിസ്മസ് എക്സാമിന് ശേഷം തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല ലിമിറ്റേഷൻസ് പറഞ്ഞു. ഇനി അത് ഫുൾ ഡേ എന്നുള്ളത് അത് എന്താകും എന്നുള്ളത് ഇപ്പോഴും ഐഡിയ ഇല്ല. ഈ സാറ്റർഡേ പോകുമ്പോൾ വേണം കൺഫേം ചെയ്ത് വാങ്ങിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ സിലബസിന്റെ കാഠിന്യമാണോ മറ്റു പല ആക്ടിവിറ്റീസ് വരുമ്പോൾ പലപ്പോഴും ടീച്ചേഴ്സിന്റെ സിലബസ് തീർക്കണം എന്നുള്ള അതിലേക്ക് ടീച്ചർമാർ ഫോക്കസ് ആകുന്നു, കുട്ടികൾക്ക് വേണ്ടുന്നത് കിട്ടാതെ പോകും. ഓക്കെ, ഇങ്ങനെ സർട്ടൻ ലിമിറ്റേഷൻസ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലുണ്ട്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ്, റെലവൻസ് എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തെല്ലാമാണെന്നുള്ളതാണ് നെക്സ്റ്റ്. റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമുക്ക് കുറെ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഫുൾ ഒന്ന് ആരെങ്കിലും റീഡ് ചെയ്യാം please? Okay, ma'am. A systematic knowledge of educational psychology will be useful for the teacher in the following ways: to understand the learners, to cater the individual difference, to understand the learning process, to understand effective method of teaching, to understand development characteristics, to enable teachers for curriculum development, to render guidance services, to give guidance for the education of extraordinary children,
to understand group dynamic and social behavior in classroom, to develop a concentrative and creative discipline, to understand problems of children, to help in measuring learning outcomes, to prepare a timetable, to prepare textbooks and instructional materials, to select appropriate co-circular activities, to know about himself. In short, educational psychology helps the teacher to become a better teacher and the learner to become a better learner. So, importance and contribution of educational psychology. നമ്മളുടെ കുട്ടികൾ, നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ മനസ്സിലാക്കുക, അല്ലെ? ടു അണ്ടർസ്റ്റാൻഡ് ലേണർ. ലേണർ എന്ന് പറഞ്ഞാൽ പഠിതാവ്. കറക്റ്റ് ഒരു മലയാളം വേർഡ് പറയുകയാണെ, പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെ? പ്യുവർ സോൾസ് എന്ന് നമുക്ക് പറയാം. അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ടു ക്യാപ്ചർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഓരോ കുട്ടിക്കും ഓരോ ഡിഫറൻസസ് ഉണ്ട്. അവരുടെ ബിഹേവിയർ ഓരോ രീതിയിലായിരിക്കും. അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് ലേണിംഗ് പ്രോസസ് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആ ഒരു ക്ലാസിന്റെ രീതികൾക്ക് അനുസരിച്ച് ഒരു എഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് ഓപ്റ്റ് ചെയ്യും. ചില കുട്ടികൾ ചില ടീച്ചേഴ്സ് പുറത്ത് മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയി ഇരുത്തും. അങ്ങനെ നല്ലൊരു ആക്റ്റീവ് ലേണിംഗ് അവിടെ നടക്കും. ഓക്കെ. പിന്നെ ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനായിട്ട് കുട്ടികൾ ഓരോരോ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള ഡെവലപ്മെന്റൽ ചേഞ്ചസ് വരും. അത് മനസ്സിലാക്കുക. പിന്നെ ടീച്ചേഴ്സിന് കരിക്കുലം ഡെവലപ്മെന്റ്, സിലബസ്, അതിന്റെ ഡെവലപ്മെന്റിന് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ടീച്ചേഴ്സിന് ആ സിലബസിന്റെ കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ കിട്ടും. അവർക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റും. സിലബസിന് ഇങ്ങനെ ആഡ് ചെയ്യാം, ഈ കാര്യം മാറ്റാം, റെലവന്റ് അല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ ഓർഡിനറി കുട്ടികൾ, സ്പെഷ്യൽ കുട്ടികളോ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ക്ലാസ് റൂമിലെ ഡൈനാമിക്, ആക്റ്റീവും അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള സോഷ്യലൈസേഷൻ, ആ ഒരു ബിഹേവിയറും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ടു ഡെവലപ്പ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ, നല്ലൊരു കൺസ്ട്രക്റ്റീവും അതുപോലെ തന്നെ ക്രിയേറ്റീവ്, അതായത് പണിഷ്മെന്റ് ഒന്നും കൊടുക്കാതെ ഒരു കുട്ടികൾക്ക് രസകരമായ രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയിലൂടെ അവരുടെ ഡിസിപ്ലിൻ ഉണ്ടാക്കുക. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ്സിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ പിടിച്ചിട്ട് പ്രീഫെക്ട് അല്ലെങ്കിൽ ലീഡർ ആക്കാം, ക്ലാസ് ലീഡർ ആക്കാം, അല്ലെ? അങ്ങനെ ക്ലാസ് ലീഡർ ആക്കുമ്പോഴേക്കും ക്ലാസ് ലീഡർ ആയി കഴിയുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി അതെല്ലാം ഇങ്ങനെ അത് ചേഞ്ച് വരും. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിനറി മെത്തേഡ് സ്വീകരിക്കും. കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ലേണിംഗ് ഔട്ട്കംസ് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ ഒരു ടീച്ചർക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നു. പിന്നെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ലാബ് മാനുവൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ടീച്ചറെ കേപ്പബിൾ ആക്കും. കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, അപ്രോപ്രിയേറ്റ് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ടീച്ചർ. ടു നോ അബൌട്ട് ഹിംസെൽഫ്, അവനവനെ തന്നെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു എഡ്യൂക്കേറ്ററെ, അതായത് ഒരു ടീച്ചറെ നല്ലൊരു ബെറ്റർ ടീച്ചറും ആക്കും, ലേണർ, ആ ഒരു സ്റ്റുഡന്റിനെ നല്ല ബെറ്റർ ലേണർ. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഹ്യൂമൻ ബിഹേവിയർ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഡീൽ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഇതിങ്ങനെ അപ്ലൈ ചെയ്യുവാണ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ. പിന്നെ കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനുമാണ് എന്നുള്ള രീതിയിൽ അവരുടെ രീതി മനസ്സിലാക്കി അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് അടുത്തത്, മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അങ്ങനെ ഒരു ഇന്റർവെൻഷൻ കുട്ടികളുടെ ഇടയിൽ വരണം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു ഇന്റർവെൻഷൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെന്തെല്ലാം മാർഗങ്ങളിലൂടെയാണ് ആ ഒരു ഇന്റർവെൻഷൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ്. ഓക്കെ, പ്ലീസ്. ആരാ അടുത്ത റീഡ് ചെയ്യാം? മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. യെസ് പ്ലീസ്. Methods of educational psychology. Educational psychology deals with the study of human behavior in educational situations. The selection of a particular method depends upon nature of the problem to be studied, orientation and resourcefulness of the researcher,
availability of the material, subjects, time, and financial resources. Methods of using അത് വായിക്കണമേ. ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹ്യൂമൻ ബിഹേവിയറിനെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഡീൽ ചെയ്യാണ്. ചില മെത്തേഡ്സ് നമുക്ക് വേണ്ടതുണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി. അത് ഏതൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മെത്തേഡ്സ് സെലക്ട് ചെയ്യുന്നത്. എല്ലാ മെത്തേഡും നമുക്ക് ചിലപ്പോൾ എല്ലാ സമയത്തും എടുക്കാനായിട്ട് പറ്റില്ല. ചില മെത്തേഡിന് ഈ എക്സ്പെൻസ് ആയിരിക്കും ചില മെത്തേഡ് വരുമ്പോൾ. അപ്പൊ അതിനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മെത്തേഡ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില മെത്തേഡിൽ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള റിസോഴ്സസ് അവൈലബിൾ ആണെങ്കിലാണ് അത് നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റും. അവർക്ക് പേയ്മെന്റ് ഒക്കെ കൊടുക്കണമല്ലോ. അങ്ങനെയൊക്കെ പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് സ്വീകരിക്കും എന്ന് സെലക്ട് ചെയ്യുന്നത്. ആ പ്രോബ്ലം എന്താണോ അതുപോലെ തന്നെ നമ്മൾ റിസോഴ്സിനെ കുറിച്ചും ചിന്തിക്കണം. പിന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസും അതിനെ കുറിച്ചും ചിന്തിച്ചൊക്കെ വേണം നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ മെത്തേഡ്സ് യൂസിങ് ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഹെഡിങ്ങിന് കുറച്ച് ഒരു 4 കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ എക്സ്പ്ലനേഷനിൽ 4 അല്ല, അതിൽ കൂടുതലുണ്ട് കേട്ടോ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ മെത്തേഡ്സ് വരുന്നത്. അപ്പൊ താഴേക്ക് വരുന്നതോടും ചിലപ്പോൾ 1 or 2 കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് 4 പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ആ ഫസ്റ്റ് 1 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് 1ന്റെ എക്സ്പ്ലനേഷൻ വരെ ഒന്ന് Methods using in educational psychology. Important methods used in education psychology: introspection, clinical or care study methods, observation, differential or surgery method. Introspection or introspection. The term introspection is composed of 2 words, intro and exception. Intro means inward and exception means looking. Introspection means looking within oneself in order to examine one's own thoughts and feelings. Introspection gives us direct and prompt knowledge of our mental process without involving any extra cost for the material or apparatus. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 1 ആണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എക്സാമിനേഷൻ എന്നാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. 2 വേർഡ്സ് കമ്പോസ്ഡ് ആണ്, ഇൻട്രോ ആൻഡ് അസ്പെക്ഷൻ. ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ്, അകത്തേക്ക്, ഉള്ളിലേക്ക് എന്നുള്ളൊരു മീനിങ്. അസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ്, ഉള്ളിലേക്ക് നോക്കുക. നമുക്കറിയാം, നമുക്കൊരു ടോർച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിലേക്കാണ് അത് അടിച്ചു നോക്കുന്നത്, അല്ലെ? ഒരിക്കലും നമ്മൾ ആ ടോർച്ച് വെളിച്ചമുള്ളിടത്തേക്ക് അല്ലെങ്കിൽ വെളിച്ചം കയറാത്ത വേറെ ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് അടിച്ചു നോക്കില്ല. അപ്പൊ നമ്മൾ ആ ടോർച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ അടിച്ചു നോക്കി അവിടെ വെളിച്ചം പകരുന്നത്, അതാണ് ശരിക്കും ഇൻട്രോസ്പെക്ഷൻ. നമ്മുടെ ഒരു സെൽഫ് എക്സാമിനേഷൻ. അതൊരു കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. നല്ല ഡയറക്റ്റ് ആൻഡ് പ്രോംപ്റ്റ് നോളജ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതിനത്ര കോസ്റ്റ് ഒന്നും വരില്ല. നമുക്ക് ഒരു കുട്ടിയെ അനലൈസ് ചെയ്യാം, നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാം. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമുക്കൊരു സെൽഫ് ടോക്ക് ഒക്കെ നടത്താം. ഇതങ്ങനെ പോയാൽ ഇങ്ങനെ ശരിയാവും, അങ്ങനെയുള്ള രീതിയിൽ സെൽഫ് ടോക്ക് ഒക്കെ നടത്തിയിട്ടാണ് ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒബ്സർവേഷൻ. ഒബ്സർവേഷനിൽ തന്നെ പല ടൈപ്പ് ഒബ്സർവേഷൻ ഉണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു കാര്യം എക്സാമിൻ ചെയ്യുന്നു, ഒരു കളക്ട് ചെയ്ത ഡേറ്റയ്ക്ക് അനുസരിച്ച് ഉള്ള ഒരു എക്സാമിനേഷൻസ്, അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇപ്പോ കുട്ടികൾ റൗണ്ടിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മളൊരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ അവിടെ ഉണ്ട്. അപ്പൊ നമ്മളും കൂടെ ആ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് പിന്നെ അവരെ ഒബ്സർവ് ചെയ്യുന്നു. നമ്മൾ ഒരു പാർട്ടിസിപ്പന്റ് ആണ് ആ ഒരു ഗ്രൂപ്പിന്റെ. അങ്ങനെ നമ്മളും കൂടി ഇരുന്നിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നെക്സ്റ്റ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അതായത് നമ്മൾ ഈ റൗണ്ടിന് പുറത്തായിരിക്കും, കുട്ടികളായിരിക്കും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് നമ്മളവിടെ പാർട്ടിസിപ്പന്റ് അല്ല, അവിടെ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പിന്നെ കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, കവേർഡ്, ഓവേർട്ട്. അതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന കവേർഡ്. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവേർട്ട്. ഈ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
റിസോഴ്സസും നമ്മുടെ സറൗണ്ടിങ്സ് എൻവിയോൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം ലിമിറ്റഡ് ആയിരിക്കും കൺട്രോൾഡ് ഒബ്സർവേഷൻസ്. അതേസമയം അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത് ലിമിറ്റ്ലെസ് ആയിരിക്കും. കുറെ സ്പേസ് ആയിട്ട് ഫിസിക്കലി ഉള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഉണ്ടാകും അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കുട്ടി അറിയാതെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെയാണ്. ഫെസിലിറ്റേറ്റർമാരെ ഒബ്സർവ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഡിസ്റ്റർബ് ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യില്ല. കുട്ടിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തോന്നുവാണോ, അവനെ തന്നെ നോക്കുവാണോ, ആ ഒരു രീതിയിലൊന്നും നമ്മൾ പോസ്ചർ വെക്കില്ല. ഓക്കെ, ഇനി ഒബ്സർവേഷൻ, കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇങ്ങനെ അവര് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നവരത് അറിയാതിരിക്കുന്നു. പിന്നെ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലുകളിലൊക്കെ, ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആക്ടിവിറ്റീസേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നു. അതെല്ലാം ഇതിന്റെ അണ്ടറിൽ വരും. ഇനി ക്ലിനിക്കൽ കേസ് മെത്തേഡ് ആണ് നെക്സ്റ്റ്. ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ഇതാരാ വായിക്കാം? ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. Clinical case study method. The clinical method used for studying the behavior problems of a maladjusted, abnormal individual. In this, the term case is used to denote an individual facing problems that could be solved only on the basis of detailed study. A child who is socially maladjusted or emotionally destroyed experiencing difficulty in the school subject is clinical case. A clinical study is an in-depth study of the case in all its details. Hence, clinical method also known as case study or case history method. മാം, ഈ maladjusted എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയില്ലേ, ഈ നമ്മളിപ്പോ ഫിസിക്കലി ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും കുട്ടികൾക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കും, പോഷക സമൃദ്ധമായത്. അതേസമയം അത് അല്ലാത്തത് നമ്മൾ ന്യൂട്രീഷൻ എന്നാണ് പറയുന്നത്. ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. ഇവിടെ അതുപോലെ തന്നെയാണ്. കുട്ടി സോഷ്യലി മാൽഅഡ്ജസ്റ്റഡ്, ശരിയായ രീതിയിലുള്ള ഫാക്ടേഴ്സ് ഒന്നും കുട്ടിക്ക് കിട്ടുന്നില്ല. അതായത് ഇമോഷണലി അൺസ്റ്റേബിൾ ആണ്. നല്ല നമ്മള് മനസ്സിലേക്ക് സ്നേഹവും കെയറിങ്ങും ഒരു അഫക്ഷനും ആ രീതിയിലേക്ക് കുട്ടിയോട് പെരുമാറുമ്പോഴാണ് അവരുടെ മനസ്സിലും അത് നിറയുള്ളൂ. അപ്പോഴാണ് അവർ അഡ്ജസ്റ്റഡ് ആകുന്നത്. ഈ മാൽഅഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് അൺസ്റ്റേബിൾ ആയി മാറുന്നു. ഇമോഷണലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും അവരുടെ ഡെവലപ്മെന്റുകൾക്കൊക്കെ ഒരു തടസ്സം വരും. ഇതൊരു ക്ലിനിക്കൽ കേസാണ്. ഇപ്പൊ ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്തിലുള്ള സ്റ്റഡിയാണ്. നമ്മൾ ഇൻട്രോസ്പെക്ഷൻ ചെയ്ത പോലെ ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് അനാലിസിസ് നടത്തുന്ന പോലെയല്ല. ഇത് ഒരു ടഫാണ്. പിന്നെ കുറെ സെറ്റിങ്സ് വേണ്ടി വരും. നമ്മളിപ്പോ കൗൺസിലിംഗ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലറെ ഇൻഫോം ചെയ്യും. അപ്പൊ അവര് വന്നിട്ട് ഈ കുട്ടിയുമായിട്ട് നിരന്തരം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ബോണ്ടിങ് ഉണ്ടാക്കുകയോ ചെയ്യും. എന്നിട്ട് കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അതൊക്കെയാണ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്കൂളിൽ കൗൺസിലർ ഇല്ലെങ്കിൽ നമ്മൾക്കൊരു കൗൺസിലറെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള ഫണ്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഒരു സിറ്റിങ്ങിലൊന്നും കഴിയില്ല. കുറേ സിറ്റിങ്സ് കഴിയുമ്പോഴാണ് കുട്ടികൾ ബാക്ക് ടു നോർമൽ എന്നൊരു രീതിയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ക്ലിനിക്കൽ മെത്തേഡ്സ് കോസ്റ്റ്ലി ആണ്. അതിനെ കേസ് സ്റ്റഡി എന്നും പറയും, കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നും പറയും. ആ ഒരു ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡിന്. നെക്സ്റ്റ് എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. ആരാ പറയും? Experimental or scientific method. Experimental method is treated to be the most science and objective method for studying behavior. Hence, the investigator attempts to study the case and effect relationship connecting human behavior by doing experiments that are ഇത് നോക്കിയാണോ വായിക്കുന്നത്? അതല്ല മാം, എന്റെ പേപ്പർ ഞാൻ ടേൺ ചെയ്തില്ല. ദാറ്റ് ആർ ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻസ് അണ്ടർ firmly controlled conditions.
The main factor in this method is controlling conditions on variables. There are three types of variables: independent variable, depending variable, and intervening or controlled variable indicates for the case and develop the dependent variable for the effect for that case, that cause. The other factors that influence causes and effect relationships are called the intervening variables. Okay. So, experimental or scientific method, the most scientific and objective method ആണ് ഒരു ബിഹേവിയർ സ്റ്റഡി ചെയ്യാനുള്ളത്. ആ ഒരു കോഴ്സ് എന്താണ്, ഒരു കുട്ടി ഇപ്പോ ബിഹേവിയർ പ്രത്യേക രീതിയിൽ അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും. പിന്നെ അതിന്റെ എഫക്റ്റ്, ആ ഒരു പ്രശ്നം കൊണ്ട് എന്ത് എഫക്റ്റ് ആണ് കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പല എക്സ്പെരിമെന്റ്സിലൂടെ കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് ഇതിനെ എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഒബ്സർവേഷൻ, ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കൺട്രോൾഡ് കണ്ടീഷൻസിൽ തന്നെയായിരിക്കും, കുട്ടി മനസ്സിലാകാത്ത രീതിയിൽ. ഇത് പല വേരിയബിളിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 3 types of variables ഉണ്ട്: ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപ്പെൻഡിങ് വേരിയബിൾ ആൻഡ് ഇന്റർവീനിങ് വേരിയബിൾസ്. ആ രീതിയിൽ 3 ടൈപ്പ് ഇന്റർവീനിങ് ഓർ കൺട്രോൾഡ് വേരിയബിൾ ഓക്കെ വേരിയബിൾസ് ഉണ്ടായിരിക്കും. അത് ഈ കോഴ്സ് എന്താണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മയെ നഷ്ടപ്പെട്ടു, മരിച്ചു അല്ലെ. അതുവരെ ക്ലാസ്സിൽ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടി, അമ്മയുടെ ഈ ഒരു ഇത് കാരണം, ആ ഒരു വിഷമം കാരണം അവൻ ക്ലാസ്സിൽ എപ്പോഴും ഭയങ്കര മൂടിയായിട്ട് വിഷമം പിടിച്ചിരിക്കുവാണ്. അപ്പൊ ഇവനുണ്ടായ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. എഫക്റ്റ് അവന്റെ ലൈഫിൽ അതിന്റെ എഫക്റ്റ് ഇമ്പാക്ട് ഉണ്ടായി. ഇത് കണ്ടുപിടിച്ചിട്ട് അതിനുശേഷമാണ് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഇൻഡിവിജ്വലി ബേസിസിലുള്ളതാണ് അല്ലെ. ഹോൾ ക്ലാസ്സിനെയോ ഹോൾ സ്കൂളിനെയോ അഫക്ട് ചെയ്തതല്ല, കുട്ടിയാണ് കൂടുതലായിട്ട് ഇത് അഫക്ട് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് പല വേരിയബിൾസ് ഉണ്ടാവും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകും, ഡിപ്പെൻഡിങ് വേരിയബിൾ, അതുപോലെ തന്നെ ഇന്റർവീനിങ് ഓർ കൺട്രോൾഡ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടി ക്ലാസ് റൂമിൽ ഒരു ചെയറിലിരിക്കുന്നു. കുട്ടി ആ പ്ലേസ് മാറ്റിയിരുത്തിയാൽ അവന് യാതൊരു വിധത്തിലുള്ള ഫീലിംഗ് ഇല്ല, അവന് തിരിച്ച് ആ പ്ലേസിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നില്ലെങ്കിൽ ദാറ്റ് വേരിയബിൾ, അതായത് നമ്മൾ ചേഞ്ചസ് വരുത്തിയാൽ തോന്നും, ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറ്റിയിരുത്തി, അപ്പൊ ദാറ്റ് ഈസ്, അത് അവനെ ബാധിച്ചിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇനി അമ്മയുടെ ഒരു ഓർമ്മ പോലെ അവൻ എപ്പോഴും അമ്മയുടെ ഒരു ഹാൻഡ് കർച്ചീഫ് കയ്യിൽ കരുതും, ഇടയ്ക്കിടയ്ക്ക് സ്മെൽ ചെയ്ത് നോക്കും, അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു ഹാൻഡ് കർച്ചീഫ് കുട്ടിയുടെ കയ്യിൽ നിന്നും മാറ്റിയാൽ അത് കുട്ടിയെ ബാധിക്കും. ദാറ്റ് മീൻസ് അതാണ് അവിടുത്തെ ഡിപ്പെൻഡിങ് വേരിയബിൾ. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു കോസ്, ഒരു കാരണം സംഭവിച്ചു, അതിന്റെ എഫക്റ്റ് ഇതാണ്. ഈ എഫക്റ്റിനെ നമുക്ക് കുറച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇന്റർവീനിങ് ഓർ കൺട്രോൾഡ് വേരിയബിൾ. നമ്മൾ ഇന്റർവീൻ ചെയ്യാൻ പോവാണ് കുട്ടിയുടെ ഇടയിലേക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഇന്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ കോഴ്സ് മനസ്സിലാക്കി അതിന്റെ എഫക്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിൽ സ്പൈഡർമാൻ അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഓരോ രീതിയിൽ എന്തെങ്കിലും കുട്ടിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കും. അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, എന്തെങ്കിലും ടോയ് പോലെയോ അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ ഈ 3 വേരിയബിൾസിനെ അനലൈസ് ചെയ്തിട്ടാണ് കോഴ്സിന്റെ എഫക്ട് മനസ്സിലാക്കി, കുട്ടിയുടെ ഏജ് അനുസരിച്ച് അവൻ ഏതെങ്കിലും ഒരു ഇതിനോട് ക്യാരക്ടറിനോട് താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ നോക്കി മനസ്സിലാക്കി നമുക്ക് ഇന്റർവെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ഓരോ കുട്ടികളും ഏതെങ്കിലും സൂപ്പർ ഹീറോസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് അവർ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഇവനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളിനെ ഇവനിൽ നിന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം കോഴ്സിന്റെ ഒരു ഇന്റൻസ് അനുസരിച്ച് വേണം നമ്മൾ അതിനെ ഇങ്ങനെ പതുക്കെ മാറ്റിയെടുക്കാൻ. അപ്പൊ ഇത് ടൈം എടുക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സ്പേർട്ടുകളുടെ സഹായം വേണ്ടി വരും. അപ്പൊ ഇതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. ഈ കോഴ്സും എഫക്റ്റും ആദ്യം മനസ്സിലാക്കുന്നു, പിന്നെ കുട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങൾ, ബാധിക്കാത്ത കാര്യങ്ങൾ, കുട്ടിയുടെ രീതികൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയുമാണ് ഈ ഒരു സയന്റിഫിക് മെത്തേഡിൽ വരുന്നത്. അടുത്ത നിങ്ങൾ ഓൾറെഡി ചെയ്ത ഒരു മെത്തേഡാണ്
ഒരു ചെയ്ത ഒരു മെത്തേഡിന്റെ ഒരു മാർഗം തന്നെയാണ് സർവേ മെത്തേഡ് അല്ലെ. നിങ്ങൾ സർവേ ചെയ്തതല്ലേ? ഓക്കെ. സോ ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്. ഓക്കെ, സർവേ ചെയ്യാൻ പോയപ്പോൾ പാരന്റ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? എല്ലാരും സഹകരിച്ചോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സർവേ മെത്തേഡ് ആണ്. സർവേ മെത്തേഡ് ആരാ വായിക്കാനുള്ളത്? ഞാൻ വായിക്കാം. Differential or survey method. Differential methods are based upon individual differences. It is sometimes called statistical method for the reason that statistical techniques become the major devices for studying individual differences. This method utilizes various techniques of controlling data like questionnaires, observation interview, and use of statistics in analyzing the data. സോ നമ്മൾ ചെയ്ത പോലെ തന്നെ അല്ലെ, നമ്മളൊരു പല മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് സർവേ ചെയ്യാം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മെത്തേഡ് ചെയ്യാം. നമ്മൾ കൊണ്ടുപോയത് കുറെ ക്വസ്റ്റ്യനേഴ്സ് അത് അവർ ഫില്ല് ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ചോദിക്കാം, നമുക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് അത് നോട്ട് ചെയ്ത് പോവാം, ഒരു ഇന്റർവ്യൂ രീതി പോലുള്ള രീതിയിൽ. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ സർവേ മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ സർവേ മെത്തേഡ് നമുക്ക് കാര്യമായ കോസ്റ്റ് വരുന്നില്ല. നമ്മുടെ കേസ് സ്റ്റഡി മെത്തേഡും സയന്റിഫിക് മെത്തേഡും, എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞില്ലേ, ഈ രണ്ടിനാണ് കോസ്റ്റ് വേണ്ടി വരുന്നത്. കാരണം നമ്മൾ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. പിന്നെ അത് ഒറ്റ ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ തീരുന്നല്ല, പല പല സെറ്റിങ്സ് നടത്തി ഫോളോ അപ്പ് സെഷൻസും ഒക്കെ നടത്തി അങ്ങനെയാണ് അത് വരുന്നത്. 10-12 സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഫോളോ അപ്പ് വരുന്നത്. ആ രീതിയിലാണ് ആ ഒരു മെത്തേഡ് വരുന്നത്. കേസ് സ്റ്റഡിയിലും നമ്മൾക്ക് റിസോഴ്സസ് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ഡിഫറൻഷ്യൽ മെത്തേഡ് ഇങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് അല്ലെങ്കിൽ കുട്ടിയുടെ ഓരോ മൂഡിലിരിക്കുന്ന സമയത്തും ആ സമയത്തെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. കുട്ടി ഏതൊരു എന്താ പറയുക എൻവയോൺമെന്റ് വരുമ്പോഴാണ് ഡിഫറെന്റ് ആയിട്ട് പെരുമാറുന്നത്, എപ്പോഴാണ് സോഷ്യലൈസ് ചെയ്യുന്നത്, എപ്പോഴാണ് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത്, ആരോടാണ്, ഇതൊക്കെ ഇതിനകത്ത് വരും. നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് സർവേ മെത്തേഡ് ചെയ്യാം. കുറെ ക്വസ്റ്റ്യൻസ് പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം, ഇന്റർവ്യൂ ചെയ്തിട്ട് ചെയ്യാം. ഇന്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത സർവേ ഏതായിരുന്നു? ഏത് സർവേ ഇന്റർവ്യൂ പോലെ ചെയ്തിട്ട് ചെയ്തു? നമ്മളുടെ ഫസ്റ്റ് നിങ്ങൾ ചെയ്തില്ലേ? ഇനി ചെയ്തില്ലേ ഒരു സംശയം. എന്താ പറയാ, 10 ആളുകളെ മീറ്റ് ചെയ്തിട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചെയ്തിരുന്നു? ആ ഒരു അസൈൻമെന്റ് ചെയ്തിരുന്നോ? അതൊരു ഇന്റർവ്യൂ പോലെയല്ലേ? അതെ അതെ. സർവേ മെത്തേഡ് എങ്ങനെ നമ്മളവിടെ ഇന്റർവ്യൂ ആണല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ രീതിയിൽ ഈ കുറെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ടെക്നിക്സും ടൂൾസും മെത്തേഡ്സും എല്ലാം ഉണ്ട്. അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു മെത്തേഡ് ഉള്ളത് സോട്ട് അനാലിസിസ്, SWOT, സോട്ട് അനാലിസിസ്. അത് നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിലും അപ്ലൈ ചെയ്യാം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ അതിന്റെ വളർച്ച, ഗ്രോത്ത്, അതിലും നമുക്ക് അപ്ലൈ ചെയ്യാം. സോട്ട് അനാലിസിസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ഇനി എന്തെങ്കിലും ചേഞ്ചസ് ആവാനുണ്ടോ, നമ്മൾ ഇനി കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യണോ, അങ്ങനെയൊക്കെ നമ്മൾ സ്വയം ഒരു അനാലിസിസ് നടത്തുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായോ, ഞാൻ ഇവിടെ ഇങ്ങനെയായിരുന്നു ഇത് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുന്നതാണ് സോട്ട് അനാലിസിസ്. SWOT. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, W എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്, O എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെറ്റ്സ്. അപ്പൊ നമ്മളൊരു കുട്ടിയില് ഒരു ബിഹേവിയറൽ ഇഷ്യൂ കണ്ടു. നമ്മൾ ആ കുട്ടിയുടെ ഇതിനും ചെലവ് കുറവാട്ടോ. നമ്മുടെ ഒബ്സർവേഷന്റെ പവർ തന്നെയാണ് ഇതിനകത്ത്. ആ കുട്ടിയിൽ നമ്മൾ സോട്ട് അനാലിസിസ് ചെയ്യാൻ പോവാന്ന് വെക്കുക. നമ്മൾ ആ കുട്ടിയെ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് അവനെ പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കും. അപ്പൊ മനസ്സിലാവും ഇവന്റെ സ്ട്രെങ്ത് എന്താണ്, പോസിറ്റീവ് സൈഡിൽ എന്താണ് നിൽക്കുന്നത്. ചില കുട്ടികൾക്ക് ഡ്രോയിങ് ആയിരിക്കും, അല്ലെ ചില കുട്ടികൾക്ക് പാടാനായിരിക്കും, ഡാൻസ് ചെയ്യാനായിരിക്കും, പിന്നെ അക്കാദമിക്സിലെ ബ്രില്യൻസ് കാണിക്കുമായിരിക്കും. അപ്പൊ ഇവന്റെ സ്ട്രെങ്ത് എന്താണ് എന്നാദ്യം നമ്മൾ മനസ്സിലാവും. ഇനി വീക്ക്നെസ് എന്താണെന്ന് കൂടെ മനസ്സിലാവും. ചിലപ്പോ കുട്ടിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടാവില്ലായിരിക്കും, വീട്ടിൽ നിന്ന് അതിനുള്ള ഒരു ഇതുണ്ടാവില്ല, ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ വീട്ടിൽ താല്പര്യം ഉണ്ടാവില്ല. പഠിച്ചാൽ മതി, നീ പഠിക്കണ സമയത്ത് വരയ്ക്കാനോ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ പോകണ്ട,
ആ രീതിയിലൊരു ജനറലി പാരന്റ്സ് പറയുള്ളൂ. അപ്പൊ അങ്ങനെ അവന്റെ വീക്ക്നെസ്, പിന്നെ അതുപോലെ തന്നെ അവന് ചിലപ്പോ ചില കുട്ടികൾക്ക് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും, അവർക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോ കൈക്ക് പെയിൻ വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും അല്ലെ. അവരുടെ വീക്ക്നെസ് അതാണ്. റൈറ്റിങ്ങില് അവർക്ക് ചെറിയൊരു പ്രശ്നം, അതാണ് അവരുടെ വീക്ക്നെസ് എന്ന് വിചാരിക്കുക. നമ്മളിനി ഓപ്പർച്യൂണിറ്റീസ്, കുട്ടിക്ക് എന്തെല്ലാം അവസരങ്ങൾ, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തെല്ലാം അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം ഓന്ന് വന്നു. ഈ ത്രെറ്റ്സ്, ചലഞ്ചസ്, നമുക്ക് കുട്ടിയെ കൊണ്ട് ഇപ്പൊ എഴുതിക്കണം. അപ്പൊ ആ രീതിയിൽ എഴുതിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് നമുക്ക് കിട്ടുന്ന ടൈം ആയിരിക്കാം ചിലപ്പോ അല്ലെ. ആ ഒരു ക്ലാസ്സിൽ പോകുന്നത് ദിവസം ഒരു 40 മിനിറ്റ് ആണ്. ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ടൈം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം മറ്റു കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോട്ട് അനാലിസിസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ അങ്ങ് ബൂസ്റ്റ് ആക്കും. വീക്ക്നെസ് ഉണ്ടോ അതിനെ ഓവർകം ചെയ്യാൻ നോക്കും, താഴേക്കാക്കാൻ. ഓപ്പർച്യൂണിറ്റീസ്, മാക്സിമം വരുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യും, ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ത്രെറ്റ് ചലഞ്ചസ് എന്ന് നമ്മൾ പറയും. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വഴിമുടക്കിയായിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് ത്രെറ്റ്സ്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവ് സൈഡ്സ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കുക. കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണോ അത് കൂട്ടുക. ഇനി വീക്ക്നെസ് എന്താണോ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക. ത്രെട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് വീക്ക്നെസ്സും ത്രെറ്റ്സും ആണ് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റാത്ത 2 ഫാക്ടേഴ്സ്. ബാക്കി സ്ട്രെങ്ത് കൂട്ടാൻ നമുക്ക് പറ്റും, മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. സോട്ട് അനാലിസിസ് ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ബിസിനസ് നല്ല രീതിയിലാണോ പോകുന്നതെന്നുള്ളതിന് അവരെപ്പോഴും ചെയ്ത് നോക്കുന്ന ഒരു അനാലിസിസ് മെത്തേഡാണ് സോട്ട് അനാലിസിസ്. നമുക്കിത് ഇൻഡിവിജ്വലി ബേസിലും ചെയ്യാം, കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാം. ഏറ്റവും എളുപ്പമാണ്, കാരണം നമുക്ക് കണ്ടുപിടിക്കാം ആരെന്താണ് അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ആ ഒരു സ്ട്രെങ്ത് എന്നുള്ളത് മനസ്സിലാക്കി അതിലൂടെ അവരെ എത്തിക്കുക. ഇപ്പം എഴുതാൻ അറിയില്ല പക്ഷെ റീഡ് ചെയ്യുന്നുണ്ട് കുട്ടി, പക്ഷെ ആ കുട്ടിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ചെയ്യുന്ന മാത്രമല്ല പടം വരയ്ക്കും. നമ്മുടെ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ നമ്മൾ ചെയ്തില്ലേ, ലെറ്റേഴ്സ് എഴുതിക്കുന്നതിന് പകരം ഡോട്ട്സ് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നു, അല്ലെങ്കിൽ കളർ കൊടുക്കാൻ പഠിപ്പിക്കുന്നു. ആ ലെറ്റർ മാത്രം എൻഹാൻസ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ റിവേഴ്സ് പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് വെച്ച് ക്രയോൺസ് അപ്ലൈ ചെയ്യുമ്പോൾ ആർക്ക് അതിന്റെ പുറത്തേക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകരുത് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു അക്ഷരങ്ങള് ഈ കളർ പെൻസിൽസ് വെച്ചൊക്കെ ഇങ്ങനെ ചെയ്ത് കളർ ചെയ്ത് അത് എന്താ പറയാ അതിന്റെ മുകളിലൂടെ ട്രേസ് ചെയ്ത് അങ്ങനെ കുറെ കഴിയുമ്പോഴേക്കും അവർക്ക് എഴുത്ത് താനേ വരും. നമ്മൾ അവരുടെ സ്ട്രെങ്ത് യൂസ് ചെയ്ത് കുട്ടിയുടെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്തു അല്ലെ. എഴുതാൻ പറ്റാത്തതാണ് അതിന്റെ വീക്ക്നെസ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് അത് ഡ്രോയിങ് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ആ ഡ്രോയിങ് എന്നുള്ള സ്ട്രെങ്ത്തിനെ ഇൻക്രീസ് ചെയ്ത് അവന്റെ വീക്ക്നെസ് ആയ റൈറ്റിംഗ് പറ്റില്ല എന്നുള്ള കണ്ടീഷനെ ഓവർകം ചെയ്തു അല്ലെ. ഈ മെത്തേഡ് നമുക്ക് നമ്മുടെ കുട്ടികളിലും ചെയ്യാം, നമുക്ക് സ്വയം നമ്മളെ ചെയ്യാം കേട്ടോ. ഈ പല രീതിയിലുള്ള ടെക്നിക്സും ടൂൾസും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലുണ്ട്. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നമുക്ക് ഡീല് ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന ഒരു ഹെൽപ്പാണ് ഈ ഒരു മെത്തേഡ്സും ടൂൾസും എല്ലാം. അപ്പൊ അങ്ങനെ ആ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്കിനി ടൈം ടു എക്സാമിനേഷൻ ആണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നോ? വന്നു. ടൈം ടേബിൾ വന്നു. 19th ഡിസംബർ 19th. ഓക്കെ. നമ്മൾ എന്തായാലും ടേം 3യിലേക്ക് കടക്കും. അപ്പൊ അതിനു മുമ്പ് എന്നോട് എന്താ പറയൂ, ടേം 3 എന്താ പാർട്ട് 3 മാറിപ്പോയി. പാർട്ട് 3യിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ ടീച്ചേഴ്സ് എടുത്തു എന്നൊന്ന് പറയാമോ? ഫസ്റ്റ് യൂണിറ്റ് എടുത്തോ? പാർട്ട് 3 മീൻസ് മോണ്ടിസോറി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അല്ലേ അതിൽ ഏതും എടുത്തിട്ടില്ല. പാർട്ട് 4ലാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. 2 കഴിഞ്ഞ് 3ാമത്തെ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പാർട്ട് 3യില്
യൂണിറ്റ് 3 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അപർണ എന്ന് പറഞ്ഞൊരു ടീച്ചർ വരുന്നു പറഞ്ഞു 1ഉം 2ഉം എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് പാർട്ട് 3നെ 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനും മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നതാണ് യൂണിറ്റ് 1, 3, 4, 5, 6. അതിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിൽ വരുന്നതാണ് 2, 7, 8, 9, 10. ഓക്കെ, അപ്പൊ ഇതില് 3ഉം 4ഉം 7ഉം 10ഉം 3, 4, 7, 10 ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ എടുക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയാം. എനിവേ ഈ 4 പോർഷൻസും ഞാനായിരിക്കും എടുക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സമയമുണ്ട്. നമുക്കൊരു ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ കോമൺ ആയിട്ട് നമുക്കറിയാം, ഇപ്പൊ ഓൾമോസ്റ്റ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിലായിരുന്നു. ഇപ്പൊ അത് പിന്നീട് അത് കൂടി വന്നു. ഞങ്ങൾ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് വ്യത്യാസം. അതായത് സ്റ്റേറ്റ് സിലബസ് സ്കൂളാണോ അതർ സിലബസ് CBSE, ICSE അങ്ങനെ ഉണ്ടല്ലോ, ഇതിൽ ഏതാണ് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഓരോരുത്തർക്കായിട്ട് അവരുടെ വ്യൂ പോയിന്റ് പറയാം കേട്ടോ. മറ്റുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യും. അത് ടോപ്പിക് മനസ്സിലായില്ലേ? ഏത് സിലബസ് ആണ് നല്ലത്? സ്റ്റേറ്റ് സിലബസ് ആണ്, ചിലർ പറയും സ്റ്റേറ്റ് സിലബസ് ആണ് നല്ലത്. അങ്ങനെ പറയുവാണെങ്കിൽ അതിന്റെ കാരണവും പറയണം. CBSE ആണ് നല്ലത്. സ്റ്റേറ്റും CBSE നമുക്ക് അത് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം. ഒരു ഡിബേറ്റ് ആയിട്ടായിരുന്നു നടക്കുന്നത്. അതായത് ഞാൻ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലാണ്, സ്റ്റേറ്റ് ആണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഞാൻ ഒരു 5ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് CBSE വന്ന കുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവർക്ക് ഞാൻ കണ്ട ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കുറച്ചൊന്ന് ഒരു മുന്നിലോട്ടാണ്. എല്ലാ വേർഡ്സ് അവർക്ക് പറയാൻ ഏറെക്കുറെയൊക്കെ കഴിയുന്നുണ്ട്. അതുപോലെ അവരെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ്, അവരുടെ കഴിവനുസരിച്ചിരിക്കും. ചില കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാലും അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ലതായിട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കളെ ഇപ്പോഴും ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ അവിടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരാണ്. അവിടെ ഞാനത് മാമിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നതാണ്. അതായത് ഈ ബ്രെയിൽ ലിപിയെ കുറിച്ചിട്ട് ഒരു ക്ലാസ് ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം BRCയുടെ കീഴിൽ ആ സാറ് എല്ലാ സ്കൂളിലും ഓരോ മന്ത് വെച്ചിട്ട് ക്ലാസ് എടുക്കും. അവര് ബ്ലൈൻഡ് ആണ് സാറ്. അപ്പൊ സാറിന്റെ കയ്യിൽ ഈ ബ്രെയിൽ ലിപിക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും ഇതൊക്കെ പ്രാക്ടീസൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്കത് കാണാൻ പറ്റി അവിടെ ചെന്നതിൽ. ഞാനത് ടച്ച് ചെയ്തു. അപ്പൊ സാർ അവിടുത്തെ കുട്ടികളുടെ എല്ലാം പേര് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇതൊന്ന് വായിച്ചു തരുമോ എന്ന് വെച്ചപ്പോൾ സാറ് വലത്ത് നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ദിയ, ഇങ്ങനെ ആലിം, ഐഷ, ഫിദ ഇങ്ങനെ ഓരോന്നിങ്ങനെ വായിക്കുക. പക്ഷെ നമുക്കതറിയില്ല. സാർ വരുന്നുണ്ട്, ഒരു കുത്തുള്ളതുണ്ട്, 2 കുത്തുള്ളതുണ്ട്. ഇപ്പൊ 2 കുത്തുള്ളത് കുറെ ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും അത് എഴുതുന്ന ആ ഒരു ഡിസ്റ്റൻസ് അത് ചരിച്ചെഴുതും പല രീതിക്ക്. അപ്പൊ എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നു. പെട്ടെന്ന് എനിക്കതൊന്നും മനസ്സിലായില്ല. ഞാൻ ക്ലാസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വന്നു. പക്ഷെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു നല്ലതാണ്, കാണാൻ പറ്റിയല്ലോ. അതെങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ അവിടെ പഠിച്ചത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ഇതുപോലെ എല്ലാ സ്കൂളിലും ക്ലാസ് എടുക്കാനായിട്ട് വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ? സ്റ്റേറ്റ് സിലബസ് ആണ് നല്ലത്, അല്ലെങ്കിൽ CBSE ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ എന്തെങ്കിലും ഒപ്പീനിയൻ? മാം ഞാൻ പറയട്ടെ. ഞാന് ICSE സിലബസാ പഠിച്ചേ 7th വരെ. ആ സ്കൂളിന്റെ പേര് SDA ആയിരുന്നു സ്കൂളിന്റെ പേരുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് 7th കഴിഞ്ഞ് 8th സ്റ്റാൻഡേർഡ്ക്ക് ഇതേപോലെ നമ്മള് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചേ. അതായത് ഗവൺമെന്റ് സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവുമല്ലോ, അങ്ങനെ 8, 9, 10 അങ്ങനെയൊക്കെ പഠിച്ചേ. അപ്പൊ ഞങ്ങളുടെ SDAയിൽ ഇതേപോലെ 6th സ്റ്റാൻഡേർഡിലും 7th പഠിച്ച കാര്യങ്ങളാണ് കേരള സിലബസ്ക്ക് വന്നപ്പോ ഈ 8th സ്റ്റാൻഡേർഡ്ക്ക് വന്നപ്പോ അവിടെ പഠിപ്പിക്കണത്. ഞങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കണത്. അപ്പൊ ഇങ്ങനെ സാർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ പറയും, സാർ ഞങ്ങളിങ്ങനെ ആൻസേഴ്സ് പറയും. ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ആൻസേഴ്സ് പറയും. അപ്പൊ സാർ പറയും, നിങ്ങൾ എങ്ങനെയാ അതൊക്കെ പഠിച്ചു വെച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് സ്കൂൾ മാറി അങ്ങനെ വന്നതാണ്. അപ്പൊ ഞങ്ങൾ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒക്കെ പിന്നെ ഞങ്ങളോട് ഡൗട്ട് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പോഴാണെങ്കിലും ഇപ്പൊ ഈ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതേപോലെ എന്തെങ്കിലും ഇപ്പൊ ഗ്രാമറിന്റെ എന്തെങ്കിലും സംഭവമൊക്കെ ആയാലും പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്നുണ്ട്. ആൻസർ പറയാനും അതേപോലെ
ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ളത് അങ്ങനെ ഒരു സ്കില്ല് കിട്ടിയത് എനിക്ക് തോന്നുന്നു അങ്ങനെ പഠിച്ചോണ്ടാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നു കേട്ടോ. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എക്സ്പീരിയൻസ്? യെസ് പ്ലീസ്. ഞാൻ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത്. അപ്പോ അവിടെ ഞാൻ ചെന്നപ്പോ എനിക്ക് ആദ്യം ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങള്. അപ്പൊ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ വന്നപ്പോ അതിനോടൊരു താല്പര്യം തോന്നി. അപ്പൊ ഞാൻ സ്കൂളിൽ തന്നെയാണ് അവിടെ ഉണ്ടാവുമല്ലോ മോണ്ടിസോറി. അപ്പൊ ഈ ഞാൻ ജോയിൻ ചെയ്യാൻ പോയത് ഹൈസ്കൂളിൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓൺ എക്സ്പീരിയൻസ് അല്ലെ? യെസ് പ്ലീസ്. അതിനുണ്ടോ? ഞാൻ പഠിച്ചത് ഒരു മലയാളം. യെസ് പ്ലീസ്, പറയൂ. മാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർട്ടിംഗ് തൊട്ട് ഞാൻ CBSE പഠിച്ചത്. KV-യിലായിരുന്നു പഠിച്ചത് മാം. അപ്പൊ നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴും എനിക്ക് പ്രോബ്ലം ഉണ്ട്. നമ്മുടെ മദർ ടങ്ങിന് അവിടെ പഠിപ്പിക്കത്തില്ല. കാരണം എല്ലായിടത്തും മാറി മാറി പഠിപ്പിക്കുന്നതുകൊണ്ട് മലയാളം ഇല്ല. അപ്പൊ എനിക്കിപ്പോഴും മലയാളത്തിൽ എന്തെങ്കിലും മൊണ്ടേഷണറി പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് ഗൂഗിളിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതപ്പോൾ അവരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്താണ് ഇടുന്നതെന്നുള്ളത്. അപ്പൊ അതിന് എനിക്കൊരു ബാരിയർ ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ് സ്കൂളിലായിരുന്നാലും ബാക്കി സ്റ്റുഡൻസിന് അത് പെട്ടെന്ന് അങ്ങനെ അവരുടെ ലാംഗ്വേജ് അവരെ തന്നെ പഠിച്ചുകൊണ്ട് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നോക്കുന്നതിൽ സിലബസ് ഏത് CBSE എടുത്താലും ICSE എടുത്താലും സ്റ്റേറ്റ് എടുത്താലും ആസ് പെർ ഒരു ഇൻഡിവിജ്വൽ ഒരു സ്റ്റുഡന്റിന്റെ കാലിബർ ഉണ്ട് ഓരോന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഞാൻ നോക്കിയിട്ടുള്ളത്. എനിക്ക് കപ്പാസിറ്റി, ഒരു സ്റ്റുഡന്റിന്റെ കപ്പാസിറ്റിയാണ്. സ്റ്റേറ്റ് പഠിച്ചാലും അത് CBSE പഠിച്ചാലും ഇപ്പൊ CBSE പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ അത് ഗ്രാസ്പ് ചെയ്യണം എന്നില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അവർ പഠിക്കുന്നതിനെക്കാട്ടി ചിലപ്പോൾ ഔട്ട്സൈഡ് ബുക്സ് വായിക്കുന്നവർ കാണും. ഞാൻ കോളേജ് ലെവലിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഔട്ട്സൈഡ് നിറയെ ബുക്ക് വായിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഈസി ആയിട്ട് പല കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എന്താ പറയുക, നമ്മൾ ഇത് പഠിക്കുന്നു, അല്ലെങ്കിൽ CBSE ആണോ സ്റ്റേറ്റ് ആണോ ICSE ആണോ, അതാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു സ്റ്റുഡന്റ് പറഞ്ഞ പോലെ ICSE ഒരു 2 year ഹയർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഒരു ഏജ് ഓഫ് ദ സ്റ്റുഡന്റ് ഇപ്പൊ 10 ആണെങ്കിലും അവരൊരു 12 year സ്റ്റുഡന്റ് പഠിക്കാനുള്ളൊരു സിലബസ് ആണ് ഈ ICSE സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ പഠിച്ചു വരുമ്പോഴത്തെ ചില സ്റ്റുഡൻസ് വന്നിട്ട് കുറച്ച് മുന്നോട്ട് നിൽക്കും. അതിപ്പോ ഏത് സിലബസ് ആണ് എടുക്കുന്നത് എന്നുള്ളതല്ല, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് മീൻസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവരുടെ ബുക്സ് റിലേറ്റ് ചെയ്തിട്ട് ചിലവർ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹയർ ആയിട്ട് വരാറുണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുള്ള സിലബസ് മീൻസ് അവർ ഏതെടുത്താലും CBSE എടുത്താലും ICSE എടുത്താലും ഒരു അക്കോർഡിംഗ് ടു ഓരോ സ്റ്റുഡൻസിനും ഓരോ ലെവൽ ഓഫ് കാലിബർ ഉണ്ട് അവരുടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു സ്റ്റുഡന്റ് അപ്കമിങ് ആയി വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എന്റെ ഇതാണ് മാം. കുട്ടികളുടെ കപ്പാസിറ്റി മാറ്റേഴ്സ്. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മലയാളം മീഡിയം ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഞാനൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ച സ്റ്റേറ്റ് സിലബസിൽ. അപ്പൊ അത് പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന്. എന്റെ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ അത് എടുത്ത് മാറ്റി, പിന്നെ ഫുൾ +2 ആയി. പക്ഷെ എന്നാലും പ്രീ ഡിഗ്രിക്ക് പോയപ്പോൾ നല്ല വിഷമിച്ചു. ഓരോ ടേംസും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ കേട്ടപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടി. പക്ഷെ 2 വർഷത്തെ ആ ഒരു സ്ട്രഗിൾ, ചില കുട്ടികൾ അങ്ങനെ ഡൗൺ ആയിപ്പോ, ചിലര് പഠിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ. അതാണ് ഇപ്പൊ രേവതി പറഞ്ഞ പോലെ കപ്പാസിറ്റി, ഓരോ കുട്ടിയുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച്. മോള് CBSE ആയിരുന്നു LKG തുടങ്ങി 10th വരെ. ഇവിടെ +2 ഒരു ബോർഡിംഗ് സ്കൂളിൽ പോയ സമയത്ത് അവിടെ 2 കുട്ടികൾ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വന്നു പറഞ്ഞിരുന്നു. അപ്പൊ ഞാനോർത്തു ഈ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വന്ന് CBSE-യിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ടഫ് ആയിരിക്കില്ലേ. പക്ഷെ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അവരത് മേക്കപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു കുട്ടികൾ ചെയ്തത്. അത് മാറ്റേഴ്സ്, കുട്ടികളുടെ കപ്പാസിറ്റി. പിന്നെ ലാംഗ്വേജ് കാര്യങ്ങളുണ്ട് മാം. നമ്മുടെ മിക്സഡ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും സാധാരണ സ്റ്റേറ്റ് സിലബസിൽ ഈ വരുമാനം കുറഞ്ഞ, അതായത് താഴേക്കിടയിലുള്ള കുട്ടികളായിരിക്കും കൂടുതൽ. അവർക്ക് അത് മിക്സ് ആയിട്ട് അവരുടെ ആ സൊസൈറ്റിയുമായിട്ട് കുറച്ചും കൂടി ഒന്ന് മിങ്കിൾ ചെയ്ത് അവർക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അതുപോലെ CBSE ICSE അങ്ങനെ പോലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ബെറ്റർ ആണ്. അതെന്ന് വെച്ചാൽ അവർ നല്ല രീതിക്ക് ടെക്സ്റ്റ് കവർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് കൊണ്ടിടാനാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ആർക്കൊണ്ട് കവർ ചെയ്തെടുക്കാൻ പറ്റാറില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് അവരെ അങ്ങോട്ട് വിടാനായിരിക്കും നല്ലത്. ഡിപ്പെൻസ്. നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ ഒരു ഡിസ്കഷന് വെച്ചത്. ഓക്കെ, എനിവേ, അപ്പൊ നമുക്ക് രണ്ടും നല്ലതാണ്.
ഡിപ്പെൻസ് ആ ഒരു കുട്ടിയുടെ കാലിബർ അനുസരിച്ച് അതിന് ഭാവിയിലൊക്കെ ഇംഗ്ലീഷ് അല്ലേ കൂടുതൽ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുക. ഇനി +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും കോഴ്സ് എടുക്കുക, ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിലും നീറ്റിന്റെ എക്സാമിനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും തോന്നുന്നു കൂടുതൽ അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. ഹലോ മാം, ഒരു ഡൗട്ട് ഉണ്ട്. അത് എക്സാമിന്റെ ഒന്ന് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരുമോ? എക്സാം നമ്മളെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ് എക്സാം. പക്ഷെ മോക്ക് ടെസ്റ്റിനകത്ത് നിങ്ങൾ എന്താ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ സ്കോർ വരും അല്ലെ. ഇതിന് അപ്പൊ തന്നെ സ്കോർ വരില്ല, പിന്നീട് റിസൾട്ട് അനൗൺസ് ചെയ്യുള്ളൂ. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ 40 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ളതായിരിക്കും. 10 ക്വസ്റ്റ്യൻ മോഡ്യൂൾ 2 ഇംഗ്ലീഷിൽ നിന്നുള്ളതായിരിക്കും. ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന് 2 മാർക്കാണ്. 50 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മാർക്കിലാണ് ടോട്ടൽ വരുന്നത്. അത് ക്ലാസ് റൂമിൽ കയറിയിട്ടാണോ നമ്മൾ എക്സാമിന് ഇരിക്കേണ്ടത്? അതായത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് വരില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിങ്ക് വരും. നിങ്ങളുടെ ഗ്രൂപ്പില്, ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ലിങ്ക് വരും. പിന്നെ അത് കൂടാതെ ഒരു പുതിയൊരു ഗൂഗിൾ മീറ്റ് ലിങ്കും കൂടി ഉണ്ടായിരിക്കും. അത് എക്സാം ഹാളിന്റെ ലിങ്കാണ്, മനസ്സിലായോ? അപ്പൊ ആ ലിങ്കിൽ കയറി നമ്മൾ നമ്മുടെ വീഡിയോ ഓൺ ചെയ്ത് ഓഡിയോ ഓഫ് ചെയ്ത് വെച്ച് ഇരിക്കണം. അപ്പോഴേക്കും നമുക്ക് കറക്റ്റ് ടൈം ആവുമ്പോഴേക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഗൂഗിൾ ഫോം അത് കിട്ടും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. 1 അവർ ആണ്. ഇപ്പൊ 7:30 തുടങ്ങി 8:30 വരെ ആണെങ്കിൽ 7:30 തുടങ്ങി ആ 8:30-ക്കുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. 8:30-ക്ക് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അത് സ്കോർ എടുക്കില്ല. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഗൂഗിൾ മീറ്റിൽ കയറിയപ്പോ നമ്മൾ ക്ലാസ് റൂം പോലെ ഗൂഗിൾ മീറ്റിൽ കയറിയിട്ട് ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ഓഡിയോ മ്യൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കും. നമ്മളിപ്പോ ഒരു ഒറ്റ ഫോണിൽ നിന്ന് തന്നെയാണ് നമ്മൾ കയറുന്നതെന്ന് വിചാരിച്ചു. ഒറ്റ ഗാഡ്ജറ്റ് നമുക്കുള്ളൂ. ചിലർ ലാപ്ടോപ്പിൽ ഗൂഗിൾ മീറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഫോണിൽ നിന്ന് അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഒറ്റ ഇതേ ഉള്ളൂങ്കിൽ ഗൂഗിൾ മീറ്റ് ഈ ഫോണിൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് വരും, അതും ഓപ്പൺ ചെയ്യാം. നമ്മൾ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മളൊരു കോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാട്സാപ്പ് എന്തെങ്കിലും നോക്കാൻ പോകുമ്പോൾ എന്താ സംഭവിക്കണേ? ഗൂഗിൾ മീറ്റിന്റെ ആ സ്ക്രീൻ ചെറിയ സ്ക്രീനായിട്ട് ഇവിടെ താഴെ വന്നിങ്ങനെ ഒരു ചെറിയ സ്ക്രീനായിട്ട് വന്ന് കിടക്കില്ലേ? അപ്പൊ അതുപോലെ നമ്മൾ വാട്സാപ്പിൽ നമ്മൾ ലിങ്ക് എടുക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റ് ചെന്നിട്ട് അവിടെ താഴെ വന്ന് കിടക്കും. നമ്മൾ അതൊരിക്കലും മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ഓപ്ഷൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയി ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും. സാറിനോട് പറയുക സബ്മിറ്റ് ആയിട്ടുണ്ട്, പേര് പറഞ്ഞ് ഒരു റോൾ നമ്പറും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ആ റോൾ നമ്പറും നമ്മുടെ ഫുൾ നെയിം പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർ നോക്കും, കൺഫേം ചെയ്ത് നോക്കും കറക്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അവര് പറയും സബ്മിറ്റ് ആയിട്ടുണ്ട്, ലെഫ്റ്റ് ആയിക്കോളൂ എന്ന് പറയുമ്പോൾ വേണം ലെഫ്റ്റ് ആവാൻ. മനസ്സിലായോ? 1 hour ഉണ്ടാവില്ല. നമുക്ക് തന്ന ടൈം ടേബിളില് ഉച്ചക്കാണ് ടൈം കിടക്കണത് 12 PM തൊട്ട് 1 PM വരെ. അതെന്താന്ന് ഞാൻ ചോദിക്കട്ടെ. കാരണം 19th എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു 9th ബാച്ചിന്റെ PGയുടെ മെയിൻ എക്സാം നൈറ്റിൽ ഈവനിങ് നടക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ 2 ബാച്ചിന്റെ ഒക്കെ എക്സാം. ഇത് നമുക്കൊരു മോഡൽ ആണല്ലോ, നമുക്ക് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു മെയിൻ എക്സാം വന്നത് കൊണ്ടായിരിക്കാം അത് ഉച്ചത്തേക്ക് മാറ്റിയത്. ഞാനതൊന്ന് അന്വേഷിക്കട്ടെ. നമുക്ക് ഉച്ചയ്ക്കായിരിക്കും വർക്ക് ചെയ്യുന്നവര്. അപ്പൊ അതിനകത്ത് ചോദിക്കാൻ പറഞ്ഞു ഈ ടൈം കണ്ടപ്പോഴേ. ഞാനതൊന്ന് ചോദിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം 13 ബാച്ചിന് ഇതുപോലെ തന്നെ ചെയ്തിരുന്നു. അവർക്ക് 7:30-ക്ക് വെക്കാന്ന് വിചാരിച്ചപ്പോ ആ സമയത്ത് ഒരു ബാച്ചിന്റെ മെയിൻ എക്സാം നടക്കുകയാണ്. ടേം എക്സാം എന്ന് പറയുമ്പോൾ നമുക്കൊരു മോഡൽ ഒരു പ്രാക്ടീസ് എക്സാം ആയതുകൊണ്ട് പിന്നെ 13 ബാച്ചിന്റെ ക്ലാസ് ടൈമിലാണ് അവർക്ക് വെച്ചത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കും 12 മണി തന്നെ വെച്ചത്. അന്ന് എനിക്ക് തോന്നുന്നു PGയുടെ എക്സാം നടക്കുമെന്ന് തോന്നുന്നു 9th ബാച്ചിന്റെ. അത്രയും വർക്കിംഗ് ആയവര് അത് ഞാനൊന്ന് ചോദിക്കട്ടെ. കുറെ പേരുണ്ടോ? അവര് കുറച്ചു പേര് ഇങ്ങനെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ചോദിക്കണേ എന്ന് പറഞ്ഞിട്ടേ. നമുക്കിത് സ്കോർ വരില്ലാന്നേ ഉള്ളൂ. അവർക്ക് പിന്നീട് അത് അറ്റംപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സ്കോർ കിട്ടില്ലാന്നേ ഉള്ളൂ. പിന്നീട് ആൻസർ കീ കിട്ടുമ്പോൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കാം. കാരണം ഇതൊരു പ്രാക്ടീസ് മോഡൽ എക്സാം ആയതുകൊണ്ട്. അല്ലെങ്കിൽ 7:30-ക്ക് വെച്ചേനെ. എക്സാം മറ്റു മെയിൻ എക്സാം നടക്കുന്നതുകൊണ്ടായിരിക്കാം 7:30-ക്ക് വെക്കാതിരുന്നത്.
ഇതിൽ മിസ് നെഗറ്റീവ് ആയിട്ടൊന്നും പോവില്ലല്ലോ മാർക്ക്, നെഗറ്റീവ് മാർക്ക് ഒന്നും. ഒന്നുമില്ല. എത്ര ഇതിലാണ് നമുക്ക് പാസ് മാർക്ക് എന്ന് വെച്ചാല് എത്ര 70% അങ്ങനെ ഇല്ലേ? അങ്ങനെ എത്ര ശതമാനത്തിലാണ് ജയിക്കണത്? 38%, അതായത് 100-ല് 38-ഓ 36-ഓ എന്തോ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അങ്ങനെ ചിന്തിക്കണം എന്തിനാ ഷിജാസ്? മാർക്ക് കിട്ടുമല്ലോ എല്ലാവർക്കും. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ നോക്കൂ. മിസ്സേ, പിന്നെ നമ്മുടെ മുൻപത്തെ അസൈൻമെന്റിന്റെ മാർക്ക് വന്നിട്ടില്ല കേട്ടാ. എപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ കിടക്കുക. ഇപ്പൊ 10ന്റെ 11ന്റെ മാർക്ക് ഇടില്ല, കാരണം അവർക്ക് വൈവ സ്റ്റാർട്ട് ചെയ്തു. വൈവയിൽ അവരുടെ ഇപ്പൊ 12 തുടങ്ങി കറക്റ്റ്, അതായത് നിങ്ങൾ 14 അല്ലേ, 12 തുടങ്ങി കറക്റ്റ് ഇനി നോക്കി മാർക്ക് എൻട്രി ചെയ്ത് വിടണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഓരോരോരോ ജോലികളായിട്ട് ഇങ്ങനെ വരുമ്പോ നമ്പർ അസൈൻമെന്റിന്റെ അപ്പൊ അതിക്ക് വിട്ടിട്ട് അവര് നോക്കിയിട്ടില്ല. മാമ് അവരെന്താ മോക്ക് ടെസ്റ്റ് ഒന്ന് ഇടുകൊണ്ടു. മാമേ മോക്ക് ടെസ്റ്റ് ഒന്ന് ഇടുകൊണ്ടു പറയാം ക്ലാസ് റൂമിൽ. നമുക്ക് അതിൽ നോക്കിയിട്ട് പഠിക്കാലോ. ശരി ശരി, തീർച്ചയായിട്ടും. മിസ്, എക്സാമിന് മുന്നേ ഒരു എന്തുണ്ടാവോ, ഏതൊക്കെ വരും ഇമ്പോർട്ടൻസ് എന്നൊക്കെ ക്ലാസ് എടുക്കുവോ മിസ്സുമാര്? ടേം എക്സാമിനേഷന് മുമ്പ് ചില ടീച്ചേഴ്സ് ചിലപ്പോൾ അവരുടെ സബ്ജക്ട് ഇതാണ് ഇമ്പോർട്ടന്റ് അങ്ങനെ പറയായിരിക്കും. പക്ഷെ റിവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ എക്സാമിന് മുമ്പ് മാത്രമാണ്. റിഫ്രഷിംഗ് സെഷൻ അത് ഈവനിങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബാച്ചിലെ കുട്ടികളോട് ജോലി ചെയ്യുന്നവരോട് പറയണം അത് മിസ്സാക്കരുത്. കാരണം അവർക്ക് ഫുൾ PDF വായിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ടാസ്ക് ആയിരിക്കും. അപ്പൊ ഈ റിവിഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽപ്ഫുൾ ആകാറുണ്ട്, എല്ലാവരും തന്നെ പറയാറുണ്ട്. അതൊന്ന് ബാച്ച്മേറ്റ്സിനോട് ഒന്ന് ഓർപ്പിച്ചാൽ മതി. അതിന് നമുക്ക് സമയമുണ്ടല്ലോ. നമ്മളിപ്പോ പാർട്ട് 1-ഉം പാർട്ട് 2-ഉം കഴിഞ്ഞിട്ടില്ലോ, ഇനി 3-ഉം 4-ഉം നമുക്ക് കഴിയണം. മെയിൻ എക്സാം ഏത് ടൈമിലായിരിക്കും, ഏത് മാസമായിരിക്കും? നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏത് ബാച്ചായിരുന്നു? ജനുവരിയോ? മാർച്ചിലോ അങ്ങനെ ആയിരിക്കും. പിന്നെ പ്രാക്ടിക്കല് എപ്പോഴേക്കും? പ്രാക്ടിക്കല് ഷിജിദാസ് ഇത് ഇപ്പൊ 12 വരെയുള്ളത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് നിങ്ങളുടെ അടുത്തു 13 നമ്മൾ ഓൾറെഡി ഒരു ഡേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു കാരണങ്ങൾ കൊണ്ട്, ഒരു മണിപ്പൂരി കൊച്ചുള്ളതുകൊണ്ട് അതിന് നാട്ടിൽ പോകേണ്ടതുകൊണ്ട് അവരുടെ നേരത്തെ കൊടുത്തതാണ്. അപ്പോ അന്ന് 13 ബാച്ചുകാരും എല്ലാവരും ഒന്നും വന്നില്ല. അപ്പൊ അവർ ഇനി ഒരു പ്രാവശ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ജനുവരിയിൽ അവരുടെ ഒരു സെഷൻ എന്നാണ് പറഞ്ഞത്. ഡിസംബറിൽ ഈ ഇലക്ഷൻ ഒക്കെ വരുന്നതാണ്. അപ്പൊ അവരുടെ കഴിയുമ്പോ നിങ്ങളുടെ വരും. അപ്പൊ ജനുവരി ലാസ്റ്റോ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആവുമ്പോഴേക്കും വരും. അതോടുകൂടി വൈവ ചെയ്യാല്ലേ നമുക്ക്? ചെയ്യാം. അതോടുകൂടി വൈവ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നോളൂ. മറ്റേ വർക്കൊക്കെ ഉള്ളതൊക്കെ വേഗം വേഗം കുറേശ്ശെ ആയിട്ട് തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. വൈവ സമയമാകുമ്പോ എല്ലാം ഒന്ന് കഴിയട്ടെ. ഞാൻ 10 ക്വസ്റ്റ്യൻസിന്റെ ആരുടെ സുറുമിക്കാണോ ഞാൻ അയച്ചു കൊടുത്തേ? ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടേ വെക്കേഷൻ ടൈം ഉണ്ടാവോ? ഉണ്ടാവുമല്ലോ. 2 മാസമൊക്കെ ഉണ്ടാവോ? കഴിഞ്ഞിട്ടാണോ? മെയിൻ എക്സാം കഴിഞ്ഞ് വൈവ കഴിഞ്ഞ് PGയുടെ എക്സാമും കൂടെ കഴിയുമ്പോഴേക്കും കോൺവൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. കോൺവൊക്കേഷന്റെ ഡേ വരും. സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും. സാറ്റർഡേസിലാണ് മോസ്റ്റ് പ്രോബബ്ലി സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും. ഏതെങ്കിലും സെക്കൻഡ് സാറ്റർഡേ. ഓക്കെ, നമുക്ക് വേണ്ടി ചെയ്യാം. 1:30 ക്ലാസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.